വടകരയിലെ വാഹനാപകടത്തിന് സമാനമായ ഒരു സംഭവം മലപ്പുറത്തുണ്ടായി. മഞ്ചേരിയിൽ 38കാരനെ ഇടിച്ച ശേഷം കാറ് നിർത്താതെ പോയി. കുട്ടിലങ്ങാടി സ്വദേശി സുനീർ ഗുരുതരമായി പരിക്കേറ്റ് 2 മാസമായി കിടപ്പിലാണ്. അപകടമുണ്ടാക്കി വാഹനം നിർത്താതെ പോകുന്ന CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആദ്യം ഈ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. കാര്യം ഇപ്പോഴൊരു സ്ഥലത്തും ഈ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വണ്ടി നിർത്തില്ല. കാരണം പുലിവാലാകുന്നതിന് മുമ്പ് ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ അഭയം പ്രാപിക്കുക, നാട്ടുകാർ കൈകാര്യം ചെയ്യുമെന്നുള്ള ഭീതി ഒരു ഭാഗത്ത്. അങ്ങനെ പക്ഷേ അതേസമയം രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഈ അപകടം പറ്റിയ ആളിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ചിലപ്പോൾ ആരും സമീപിച്ചില്ല എന്ന് വരാം. കേരളത്തിൽ ഏറ്റവും ബോധവൽക്കരണം ആവശ്യമുള്ളൊരു കാര്യം അതുതന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഈ അപകടം പറ്റുന്ന ആളിനെ ആശുപത്രിയിൽ എത്തിക്കുന്ന ആളുകളെ അനാവശ്യമായി ചോദ്യം ചെയ്ത് പോലീസ് പീഡിപ്പിക്കുമെന്നൊരു ഭീതിയും വിശ്വാസവും കേരളത്തിലുണ്ട്. ഒരു DGP ഉത്തരവ് തന്നെ ഇറക്കിയിരുന്നു, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. പക്ഷേ DGP പറഞ്ഞിട്ടൊന്നും നാട്ടുകാർക്ക് വിശ്വാസം വന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? പോലീസുകാരുടെ പെരുമാറ്റം കൊണ്ട്. അപ്പോൾ എല്ലാ പോലീസുകാരും അങ്ങനെ ആണെന്നല്ല, അതിലൊരു ഭീതി മാറ്റിയാൽ മാത്രമേ ഈ റോഡിൽ അത്താണിയായി കരങ്ങൾ വരൂ. ബിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ അയച്ചിരുന്നു. ബിപിൻ സി വിജയൻ, ഈ മലപ്പുറത്തെ സംഭവം എങ്ങനെയാണ് ഉണ്ടായത്? എന്താണ് പറ്റിയത്? SKN ഒക്ടോബർ 18 പുലർച്ചെ ഒരു 1:30 കൂടി സുനീർ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴാണ് പിറകിലൂടെ വന്നിട്ടുള്ള കാർ ഇടിച്ച് തെറിപ്പിക്കുന്നത്. ഇങ്ങനെ ഇടിച്ച് തെറിപ്പിച്ച ശേഷം സുനീർ റോഡിലേക്ക് വീണു. ഈ സമയത്ത് ഈ കാറിൽ ഉണ്ടായിരുന്ന ആൾ ഞാനൊന്ന് വാഹനം തിരിക്കട്ടെ, ആശുപത്രിയിലേക്കാക്കാം എന്നുള്ളത് ആ ഒരു രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് വാഹനം നിർത്താതെ പോവുകയായിരുന്നു. അന്നു മുതൽ ഇവിടുത്തെ നാട്ടുകാരെല്ലാം തന്നെ ഈ വാഹനം ഒന്ന് കണ്ടെത്താനുള്ള വലിയ പരിശ്രമത്തിലായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസിലൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. ആ രീതിക്കൊക്കെ അന്വേഷണം നടന്നിട്ടുണ്ട്. പക്ഷേ ആരാണ് ഈ വാഹനം ഇടിച്ചത് എന്നുള്ളത് മാത്രം ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. 2 മാസം കഴിഞ്ഞിരിക്കുന്നു. സുനീർ ആണെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ വീട്ടിൽ തന്നെ കഴിയുകയാണ്. കാരണം 2 ശസ്ത്രക്രിയകൾ ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈക്ക് കമ്പിയിട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളി കൂടിയാണ്. അപ്പോൾ ഇനി എത്രത്തോളം ജോലിക്ക് പോകാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ആശങ്ക കൂടിയുണ്ട്. ആ കുടുംബത്തെ സംബന്ധിച്ചൊരു അത്താണിയായിരുന്നു സുനീർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ ജോലിക്ക് പോകുന്ന കാര്യങ്ങളിലൊക്കെയുള്ള ഒരു ആശങ്ക ആ കുടുംബത്തെ സംബന്ധിച്ചുണ്ട്. ഒപ്പം തന്നെ ഈ ഇടിച്ചത് ആരാണ് എന്നുള്ളത് ഇപ്പോഴും തിരിച്ചറിയാനും കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ നമ്പർ പ്ലേറ്റ് കാണുന്നില്ല എന്നുള്ളതാണ്. CCTVകൾ പല തവണ അവിടുത്തെ നാട്ടുകാരും പോലീസും ഒക്കെ പരിശോധിച്ചു എന്നുണ്ടെങ്കിലും ഈ നമ്പർ പ്ലേറ്റ് കാണാത്തതുകൊണ്ട് ഇത് ആരാണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല. ഒരു മാരുതി ഡിസയർ കാറാണെന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വലിയ ഒരു പരിക്ക് പറ്റി ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു. 3 കുഞ്ഞുങ്ങളാണ് സുനീറിനുള്ളത്. ഒപ്പം തന്നെ ഇപ്പോൾ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഈ കുടുംബം മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ വടകരയിൽ നമ്മൾ കണ്ടതാണ്, 10 മാസങ്ങൾക്ക് ശേഷം ആ കുടുംബത്തെ ഇടിച്ച കാറ് കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷ കണ്ടെത്താൻ കഴിയും, ഈ ഇടിച്ചിട്ട ആളെ ഒന്ന് കണ്ടെത്താൻ കഴിയും, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് കുടുംബത്തെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. SKN. ഓക്കെ, ബിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.